സുനിൽ ഐസക് ചേരുന്നുണ്ട്. സുനിൽ, ഇപ്പറഞ്ഞ കാര്യം വലിയ രീതിയിലുള്ള അന്വേഷണമാണ് വരാനിരിക്കുന്നത്. കണ്ണൂർ ജയിലിന്റെ സുരക്ഷാ സംവിധാനങ്ങളെ അപ്പാടെ ചോദ്യം ചെയ്യുന്ന ഒരു ജയിൽ ചാട്ടമാണ് ഇത് എന്ന് ഒരു തർക്കവുമില്ല. സംസ്ഥാന സർക്കാരിന് വലിയ നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവം കൂടിയാണ് എന്നതിൽ ഒരു തർക്കവുമില്ല. ഈ കാര്യത്തിലൊക്കെ അന്വേഷണം ഏത് രീതിയിലാണ് മുന്നോട്ട് പോവുക, അതേക്കുറിച്ചുള്ള വല്ല സൂചനയും നമുക്ക് ലഭിക്കുന്നുണ്ടോ? സുരക്ഷാ വീഴ്ച സംബന്ധിച്ച് എത്രയോ കാലങ്ങളായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. അതായത് സെൻട്രൽ ജയിലിലെ സുരക്ഷാ വീഴ്ച സംബന്ധിച്ച് എത്രയോ കാലങ്ങളായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. അതായത് സെൻട്രൽ ജയിലിനകത്ത് നിന്ന് ദിവസേന ഫോൺ പിടിക്കുന്നു, അതുപോലെ ആയുധങ്ങൾ കണ്ടെത്തുന്നു, ഒപ്പം കഞ്ചാവടക്കമുള്ള ലഹരി വസ്തുക്കൾ പിടികൂടുന്നു. സെൻട്രൽ ജയിലിന് പുറത്തു നിന്ന് അകത്തേക്ക് സാധനങ്ങൾ എറിഞ്ഞു കൊടുക്കുന്നത് പലവട്ടം പിടിക്കപ്പെടുന്നു. ഒരു ഗുണവും ഉണ്ടായില്ല. കാരണം കണ്ണൂർ സെൻട്രൽ ജയിൽ എന്ന് പറഞ്ഞാൽ അത്തരത്തിൽ എല്ലാ കാലത്തും വിവാദങ്ങളിൽപ്പെട്ടൊരു സെൻട്രൽ ജയിലാണ്. പക്ഷേ അവിടെ നിന്ന് ഇത് ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു കൊടും ക്രിമിനൽ സെൻട്രൽ ജയിലിൻ്റെ കമ്പി പൊളിച്ച് വളരെ ഈസിയായി പുറത്തിറങ്ങി അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നത്. ഏതാണ്ട് 8-9 മണിക്കൂർ നേരം നീണ്ട പരിശോധനയ്ക്കൊടുവിൽ അയാളെ കണ്ണൂർ നഗരത്തിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഒരുപക്ഷെ അയാളെ കണ്ടെത്താൻ ഏറ്റവും പ്രധാനമായി നിർണായകമായത് ഇദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടലായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. എങ്ങനെയാണ് ഇദ്ദേഹമാണ് ഈ ഗോവിന്ദച്ചാമി ഈ റോഡിലൂടെ വളരെ കൂളായി ഈ കണ്ണൂർ നഗരത്തിലൂടെ നടന്ന് ഈ DCC ഓഫീസിന്റെ ഭാഗത്തേക്ക് നടന്നു പോകുന്നത് കണ്ടത്? എങ്ങനെയാണ് അങ്ങനെ തിരിച്ചറിയാൻ കാരണം എന്താണ്? തിരിച്ചറിയാൻ കാരണം രാവിലെ നമ്മൾ അപ്പുറം AKG ഇപ്പുറം മദീന കോംപ്ലക്സിൽ ഒരു ഓഫീസുണ്ട്. അവിടെ 2 പാർസൽ കൊടുക്കാനുണ്ടായിരുന്നു. ആ സമയത്ത് സ്കൂട്ടി എടുത്ത് പോകുന്ന സമയത്താണ് ഈ വ്യക്തി ഒരു ശബരിമലയ്ക്ക് പോകുന്ന പോലെ AKGന്റെ ഭാഗത്തുനിന്ന് ഇങ്ങോട്ടേക്ക് നടന്നു വരുന്നു. നമുക്കിത് അറിയില്ല, രാവിലെ TV ഒന്നും കണ്ടില്ല, ഇങ്ങനെ തേച്ചാടിയ കേസൊന്നും അറിയില്ല. അവിടെ മദീന കോംപ്ലക്സിൽ പോയി അവിടെ പാർസലെടുത്ത് തിരിച്ചിങ്ങോട്ടേക്ക് വരുമ്പോഴാണ് നമ്മൾ മാക്സ് ഹോസ്പിറ്റലിൻ്റെ അവിടെ വെച്ചിട്ട് ഒരു ഡ്രൈവർ, സന്തോഷ് എന്ന പേരും തോന്നും, ഒരു ഡ്രൈവർ എന്നോട് ചോദിച്ചു ഇയാൾക്ക് കൈയുണ്ടോ എന്ന്. ഞാനില്ല, ഒരു കൈ ഇല്ല എന്ന് പറഞ്ഞു. ഈ ഗോവിന്ദജാമിയാന്ന് നമുക്ക് അറിയുന്നില്ലല്ലോ. അപ്പോൾ കുറച്ചുകൂടി വേറൊരു വ്യക്തിയും കൂടി വണ്ടി അപ്പുറത്ത് നിന്ന് ഇറങ്ങിയിട്ട് റോഡ് നിന്ന് ഇയാളോട് എന്തോ ഹിന്ദി ചോദിച്ചപ്പം ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്ന ഒരു വീട്ടിൻ്റെ സൈഡിലൂടെ ഇയാൾ കൂളായിട്ട് നടന്നു പോയി. ഇയാൾ എന്തോ ഹിന്ദി പറഞ്ഞു. ഈ ഓട്ടോ ഡ്രൈവർ പറഞ്ഞു ഗോവിന്ദചാമി എന്നാണ് കൂക്കിയതാണ്. കൂക്കിയ സമയത്ത് ആ പുള്ളിക്കാരൻ നേരെ ഓപ്പോസിറ്റിൻ്റെ ഇതാ ഇടയിലൂടെ കയറി ആ കാടിലേക്ക് അങ്ങോട്ട് ഒറ്റ കൈ കൊണ്ട് ആ ഗടങ്ങെടുത്ത് തുള്ളുന്നത്. ആ സമയത്ത് കൺസ്ട്രക്ഷൻ നടക്കുന്ന വ്യക്തിയോട് നമ്മൾ പിടിക്കാൻ പറഞ്ഞിരുന്നു. ഇയാൾ അപ്പുറത്ത് തുള്ളിയ സമയത്ത് തന്നെ ഞാൻ എന്ത് ചെയ്ത് ബൈക്ക് എടുത്തിട്ട് നമ്മൾ മാർക്കിസ്റ്റ് പാർട്ടിൻ്റെ സൈഡിലോട്ട് തളാപ്പിലൊക്കെ അങ്ങ് കയറി ആ സൈഡ് വരെ ഞാൻ പോയി നോക്കിയിരുന്നു. അയാളെ കിട്ടിയില്ല. പിന്നെ തിരിച്ചു വന്നുമ്പോൾ മറ്റൊരു പോലീസിനെ വിളിച്ചു. കാര്യങ്ങൾ അവരെത്തി. അവരോട് ഞാൻ പറഞ്ഞു എന്തായാലും ഈ സൈഡിലേക്ക് പോയിട്ടില്ല, ഈ കാടിനെ പരിധി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടുമെന്നാണ്. പിന്നെ പോലീസുകാർക്കും സംശയമാണ് ഇതിലോട്ട് തന്നെ തുള്ളിയാണ്. നമ്മൾ ദൃസാക്ഷിയാണ് കണ്ടതും പിടിച്ചതല്ല. പിന്നെ എന്ത് ഭാഗ്യവശാല ആൾ കിട്ടി. പക്ഷെ ഒടുവിൽ അയാളെ കണ്ടെത്തിയതും എനിക്ക് തോന്നുന്നു നാട്ടുകാർ തന്നെ. നമ്മൾ പറഞ്ഞ അതിന്റെ പിന്നെ വലിയൊരു മൈനസ് പോയിന്റ് കണ്ടതെന്നാണ് ഇവർ ഡോഗ് സ്ക്വാഡിനെ കൂട്ടിക്കൊണ്ടുവന്ന് ഈ ഗടങ്ങി ചാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് കൂടെ ഒരു വ്യക്തിനെ കഴിഞ്ഞാൽ ഡോഗിനെ അതിലേക്ക് ചാടിക്കണ്ടേ. ഇവർ ചാടിച്ചില്ല, ഡോഗ് അവിടെ തന്നെ നിന്നു. അതിന് തൊട്ട ബിൽഡിങ്ങിലാണ് നിൽക്കുന്നത് ഈ വ്യക്തി. പിന്നെ പിടിക്കുന്നു. കിണറ്റിലുണ്ടെന്ന് കണ്ടെത്തിയതും നാട്ടുകാർ തന്നെയാണ്. അത് പിന്നെ പോലീസ് എല്ലാവരും വന്നു. അവരെ കൈ കുറ്റപ്പെടുത്തുന്നല്ല. എന്നാൽ ആ ഡോഗ് സോഗ് നേരെ ഓപ്പോസിറ്റ് ഇയാൾ തുള്ളി പോലെ അപ്പുറത്ത് തുള്ളിയിട്ടുണ്ടെങ്കിൽ നിമിഷം നേരം കൊണ്ട് പിടിക്കാൻ പറ്റുമായിരുന്നു. ഓക്കെ, മൊത്തത്തിൽ വീഴ്ചകളുണ്ടാവും. നമുക്ക് വേണമെങ്കിൽ ഈ സംഭവം നടന്ന സ്ഥലം വരെ ഒന്ന് പോയാലോ? ഈ ഇയാളെ പിടികൂടിയ സ്ഥലത്തേക്ക് പോകണമെങ്കിൽ ഇതുവഴിയാണ് അങ്ങോട്ടേക്ക് പോകേണ്ടത്. നമുക്ക് ഇത് കണ്ണൂർ DCC ഓഫീസാണ് നമ്മൾ നിൽക്കുന്ന സ്ഥലം. അതിന് നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഈ ഇടവഴിയുള്ളത്. ഈ ഇടവഴിയിലൂടെ, പക്ഷേ നമ്മളിപ്പോൾ പോകുന്ന വഴിയിലൂടെ അല്ല അയാൾ പോയത് അപ്പുറത്തെ വശത്ത് നിന്ന്, അതായത് ഇവിടെ ഒരു മാക്സ് ഹോസ്പിറ്റലുണ്ട്. ആ മാക്സ് ഹോസ്പിറ്റലിൻ്റെ അവിടെ നിന്ന് താഴേക്ക് ഒരു ചെറിയ നിർമ്മാണം നടക്കുന്ന ബിൽഡിങ്ങിൻ്റെ അതിലേക്ക് അപ്പുറത്തെ സൈഡിലൂടെ ചാടിയാണ് അയാൾ ഈ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലത്തേക്ക് അയാൾ എത്തുന്നത്. അതായത് ഇതിൻ്റെ ഈ കാട് പിടിച്ച് കിടക്കുന്ന ഇതിൻ്റെ ഉൾഭാഗത്ത് അവിടെ ഒരു നിർമ്മാണം പൂർത്തിയാകാത്തൊരു ബിൽഡിങ് ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ പിൻഭാഗത്തായി അവിടെ ഒരു പൊട്ടക്കിണറുണ്ട്. ആ പൊട്ടക്കിണറ്റിൽ നിന്നാണ് അയാളെ കണ്ടുകിട്ടുന്നത്. ഇതുവഴിയാണ് നിങ്ങൾ നോക്കൂ, നമുക്ക് നാട്ടുകാരടക്കമുള്ള ആളുകൾ, നൂറുകണക്കിന് മനുഷ്യർ രാവിലെ മുതൽ തന്നെ ഇതിൽ നടന്ന് പരിശോധന നടത്തിയതിൻ്റെ ഒക്കെ പാടുകൾ, ബാക്കി ഭാഗങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇതുവഴിയാണ് അയാളെ ഇവിടേക്ക് കൊണ്ടുവരുന്നതും നാട്ടുകാർ പിടികൂടി, നാട്ടുകാരും പോലീസും ചേർന്ന്, നാട്ടുകാരെന്ന് പൂർണ്ണമായി പറയാൻ കഴിയില്ല, നാട്ടുകാരും പോലീസും ചേർന്ന് പിടികൂടി ഇവിടേക്ക് റോഡിലേക്ക് കൊണ്ടുവരുന്നതൊക്കെ ഇതുവഴിയാണ്. ഇതുവഴി സാധാരണഗതിയിൽ ആൾ സഞ്ചാരമില്ലാത്ത ഒരു പ്രദേശമാണിത്. ഏതാണ്ട് കണ്ണൂർ നഗരത്തിൽ ഒരു പക്ഷേ ഇത്രയധികം കാട് പിടിച്ചു കിടക്കുന്ന ഒരു പ്രദേശം നഗരത്തോട് ചേർന്ന് ഉണ്ട് എന്നത് തന്നെ അധികം ആളുകൾക്ക് അറിയത്തില്ലാത്തൊരു കാര്യമാണ്. ഇത് ഏതോ കാലത്ത് ആരോ ഉണ്ടാക്കി, ആരോ വാങ്ങിയിട്ട ഭൂമിയാണ്. അതിവിടെ ഉപയോഗിക്കുന്നൊന്നുമില്ല. നോക്കൂ, നിർമ്മാണം പൂർത്തിയാകാത്ത ബിൽഡിങ്ങുകളുണ്ട്, ചെറിയ കാട് മൂടി കിടക്കുന്ന ഗേറ്റുകളുണ്ട്. അതിനകത്തുകൂടി ഇതിനുള്ളിലൂടെ ഈ ഗേറ്റ് ചാടിക്കടന്നാണ് ഇയാൾ
ഈ നമ്മുടെ തൊട്ടപ്പുറം കാണുന്ന ആ ഭാഗത്തെ പൊട്ടക്കിണറ്റിലേക്ക് അവിടെ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലത്തിനകത്താണ് ഈ പൊട്ടക്കിണറുള്ളത്. ആ പൊട്ടക്കിണറിനകത്തേക്ക് ആഴ്ന്നിറങ്ങിയിരിക്കുകയായിരുന്നു. ഈ സ്ഥലത്തെക്കുറിച്ച് വളരെ കൃത്യമായി ധാരണ ഉണ്ടായിരുന്ന ചില ആളുകളാണ് ഇവിടെ ഒരു പൊട്ടക്കിണർ ഉണ്ടെന്നും അതുകൊണ്ട് തന്നെ അവിടെ ഒന്ന് പരിശോധിച്ച് നോക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. അങ്ങനെ നാട്ടുകാരുടെ നിർദ്ദേശപ്രകാരമാണ് ആദ്യം നാട്ടുകാരാണ് അവിടെ ഇറങ്ങി പരിശോധന നടത്തുന്നത്. ആ സമയത്ത് ഷർട്ടിടാത്തൊരു മനുഷ്യൻ അതിനുള്ളിൽ പതുങ്ങിയിരിക്കുന്ന നിലയിൽ അയാളെ കണ്ടെത്തുന്നു. പിന്നാലെ തന്നെ പോലീസിനെ വിളിച്ചു വരുത്തുന്നു. ആളുകൾ കൂക്കി വിളിച്ചു. ആ സമയത്ത് നമുക്ക് അത് ഇവിടെ നിന്ന് കേൾക്കാൻ കഴിയുന്നുണ്ടായിരുന്നു. അതായത് ചാമി ഇതിനകത്തുണ്ട്, ഈ കിണറ്റിനുള്ളിൽ ഉണ്ട്, പൊട്ടക്കിണറ്റിനുള്ളിലുണ്ട്, ഓടി വായുവോ എന്ന് പറഞ്ഞ് ആളുകൾ ഇങ്ങനെ കൂക്കി വിളിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്തേക്ക് പോലീസും കൂടെ ഓടി ആ ഭാഗത്തേക്ക് എത്തി. അങ്ങനെ പോലീസും നാട്ടുകാരും കൂടെ ചേർന്നാണ് ഇയാളെ പൊട്ടക്കിണറ്റിൽ നിന്ന് കയ്യിൽ പിടിച്ച് തൂക്കി മുകളിലേക്ക് കൊണ്ടുവരുന്നത്. പിന്നാലെ കയറി വന്ന വട തന്നെ നാട്ടുകാർ അയാളുടെ ചില ആളുകൾ അയാളുടെ മുഖത്തടിക്കുകയും അവരുടെ രോഷപ്രകടനം നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്തായാലും വളരെ തന്ത്രപൂർവ്വം പോലീസ് അയാളെ അവിടെ നിന്ന് പോലീസ് ജീപ്പിലേക്ക് കൊണ്ടുവന്നു. പോലീസ് ജീപ്പിൽ കയറ്റി അവിടെ നിന്ന് ഇപ്പോൾ ടൗൺ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. നടപടിക്രമങ്ങൾ ഇനി പൂർത്തിയാവേണ്ടതുണ്ട്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിന് ശേഷം അയാളെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർ അറിയിക്കുന്നത്.